മണ്ഡല പുനർനിർണയം എന്ന പേരിൽ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് ഗുരുതര സംശയമാണ് ഉയർന്നിട്ടുള്ളതെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം PN വിജയൻ പറഞ്ഞു. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ബില്ലും 2011 സെൻസസ് അടിസ്ഥാനമാക്കി മുൻപോട്ട് വയ്ക്കുന്ന അതിലെ നിർദ്ദേശങ്ങളും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെയും തുല്യനീതിയെയും സാരമായി ബാധിക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു കാലത്ത് കേന്ദ്ര സർക്കാർ ജനസംഖ്യ നിയന്ത്രിക്കണമെന്ന് രാജ്യത്തെ ജനങ്ങളോടും ഗവൺമെന്റുകളോടും അഭ്യർത്ഥിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളം പോലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിയന്ത്രണത്തിൽ വലിയ തോതിൽ പുരോഗതി കൈവരിച്ചു. എന്നാൽ ആ രംഗത്ത് യാതൊരു കാര്യവും ചെയ്യാത്ത ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാന്, ഒറീസ, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ് തുടങ്ങി മധ്യപ്രദേശ് തുടങ്ങി BJPക്കും സഖ്യകക്ഷികൾക്കും ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിലെ കൂടിയ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം ചെയ്താൽ ഏതാണ്ട് 500-നടുത്ത് മണ്ഡലങ്ങളിൽ BJPക്ക് ജയിക്കാൻ കഴിയും എന്നാണ്. 543 പാർലമെന്റ് അംഗങ്ങളാണ് ഇപ്പം നിലവിലുള്ളത്. അത് 850 വർദ്ധിപ്പിക്കുകയാണ്. അതായത് 835 പേരെ സംസ്ഥാനങ്ങളുടെ പുനർനിർണയത്തിലൂടെയും 15 പേരെ കേന്ദ്രം നേരിട്ട് ഭരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും കൂടി തെരഞ്ഞെടുത്താണ് അല്ലെങ്കിൽ നിർണയിച്ചാണ് 850 മാറ്റുന്നത്. അങ്ങനെ വരുമ്പോ ഇന്ത്യൻ പാർലമെന്റ് അംഗങ്ങളുടെ 50% BJPക്ക് ഒറ്റയ്ക്ക് ലഭിക്കും എന്നുള്ളതാണ് BJP ഇതിൽ കാണുന്ന നേട്ടം. ഇത് വലിയ തട്ടിപ്പാണ്. രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയെ തകർക്കുന്നതാണ്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന, പോണ്ടിച്ചേരി ഉൾപ്പെടെയുള്ള ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ MP-മാരുടെ എണ്ണം കുറച്ച്, പാർലമെന്റിൽ അവരുടെ പ്രാതിനിധ്യം കുറച്ച് BJPക്ക് മുൻതൂക്കമുള്ള വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റ് വലിയ ഭൂരിപക്ഷം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ കുതന്ത്രമാണ് ഇപ്പൊ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ശക്തമായി എതിർത്ത് മുൻപോട്ട് പോകേണ്ടതുണ്ട്. സംവരണം നടപ്പാക്കണം. അത് CPM പോലുള്ള കക്ഷികൾ വളരെ നേരത്തെ മുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ കേരളത്തിൽ CPM-ന് ഭരണമുള്ളപ്പോഴാണ് VS അച്യുതാനന്ദൻ ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സീറ്റുകളിൽ, വാർഡുകളിൽ 50% സ്ത്രീകൾക്ക് വേണ്ടി സംവരണം ചെയ്തത്. അപ്പൊ സ്ത്രീകൾക്ക് സംവരണം കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വ്യക്തമായ നിലപാട്. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോ ഈ രാഷ്ട്രീയ തട്ടിപ്പല്ല വേണ്ടത്. നിലവിലുള്ള 543-ൽ 33% സംവരണ സ്ത്രീകൾ കൊടുക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള മാർഗം.